പലപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഫണ്ടിന്റെ പഴയകാല പെർഫോമൻസ് ആണ്. അതായത് പാസ്റ്റ് പെർഫോമൻസ് ആണ്. സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് നിക്ഷേപം നടത്തുന്ന മിക്കവാറും എല്ലാ വ്യക്തികളും ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 6 മാസം, 1 വർഷം അല്ലെങ്കിൽ 3 വർഷം ഒരു ഫണ്ട് എത്ര റിട്ടേൺസ് നൽകി എന്നുള്ള ഒരു മാനദണ്ഡത്തിന്റെ ബേസിസിലാണ് മിക്കവാറും എല്ലാവരും നിക്ഷേപങ്ങൾ നടത്തുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ കഴിഞ്ഞ കാലത്തുള്ള പെർഫോമൻസിന്റെ ബേസിസിൽ ഒരു ഫണ്ട് നിക്ഷേപത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള കമ്പ്യൂട്ടേഷൻ, പല രീതിയിലും ഒരു ഫണ്ടിന്റെ പെർഫോമൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പോയിന്റ് ടു പോയിന്റ് ബേസിസിൽ ഉള്ള കമ്പ്യൂട്ടേഷൻ, അതായത് കഴിഞ്ഞ കാലത്തുള്ള ഒരു ഡേറ്റും നിലവിലുള്ള ഒരു ഡേറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് NAV വരുന്ന വ്യത്യാസത്തിന്റെ ബേസിസിൽ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസ് വിലയിരുത്താം. അതായത് പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ കാൽക്കുലേഷൻ, ട്രെയിലിംഗ് റിട്ടേൺ കാൽക്കുലേഷൻ, റോളിംഗ് റിട്ടേൺ കാൽക്കുലേഷൻ, അങ്ങനെ പല രീതിയിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നത്. പല സമയങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്ത പല ഫണ്ടുകളും പിൽക്കാലത്ത് അതിൻ്റെ പെർഫോമൻസ് മോശമായിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് മോശമായിട്ട് വരാം. ഇന്ന് ഗൂഗിളിലും മറ്റും നമുക്ക് സെർച്ച് ചെയ്താൽ ഫണ്ടുകളുടെ പെർഫോമൻസിനെ കുറിച്ച് ഒട്ടനവധി വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ലഭിക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. കാരണം മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിട്ടേൺസും പെർഫോമൻസും ഒക്കെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ കാലത്തെ മിനിമം 3 മുതൽ 5 വർഷം വരെയുള്ള ഡേറ്റകൾ നമുക്ക് ആവശ്യമാണ്. ഈ ഡേറ്റകളെല്ലാം കമ്പയർ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അതിൻ്റെ റിട്ടേൺസ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷം, 2 വർഷം, 3 വർഷക്കാലങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ട് വരും കാലങ്ങളിൽ നല്ലൊരു പെർഫോമൻസ് നമുക്ക് നൽകണമെന്നില്ല. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ ഫണ്ടിൻ്റെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുമ്പോൾ പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ കാൽക്കുലേഷൻ അല്ലെങ്കിൽ സിംഗിൾ പീരീഡ് റിട്ടേൺ കാൽക്കുലേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് ലഭിക്കണമെങ്കിൽ പലപ്പോഴും ഇതിൽ അറിയാവുന്ന വ്യക്തികൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫണ്ടിൻ്റെ റോളിംഗ് റിട്ടേൺസ് വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ റോളിംഗ് റിട്ടേൺസിൻ്റെ ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് റോളിംഗ് റിട്ടേൺസ്? എങ്ങനെയാണ് റോളിംഗ് റിട്ടേൺസ് വർക്കൗട്ട് ചെയ്യുന്നത്? ഈ റോളിംഗ് റിട്ടേൺസിനോ അല്ലെങ്കിൽ പോയിന്റ് ടു പോയിന്റ് റിട്ടേൺസിനോ ഉപരിയായിട്ട് ഒരു ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിൻ്റെ റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് ഞാനൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാനൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കുന്നത്? ഈ കാര്യങ്ങളാണ് പ്രസൻറ്റേഷനിൽ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. മ്യൂച്വൽ ഫണ്ട് സ്കീം നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ആവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട, വെരിഫൈ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കേണ്ടത് ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പല കാറ്റഗറീസിലുള്ള ഫണ്ടുകൾ അവൈലബിൾ ആണ്. ഒരു ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തായിരിക്കണം നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തേണ്ടത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവും അതേപോലെ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിക്ഷേപങ്ങൾ ആരംഭിക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ ഫണ്ട് ഏത് കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടാണെന്നുള്ളതാണ്.
ഇക്വിറ്റി, ഡെറ്റ്, ഹൈബ്രിഡ്, തീമാറ്റിക് ഫണ്ടുകൾ, ഇൻഡെക്സ് ഫണ്ടുകൾ, അങ്ങനെ ഒട്ടനവധി കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈവൻ ഇക്വിറ്റി ഫണ്ടുകളിൽ തന്നെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുണ്ട്, മൾട്ടി ക്യാപ്പ് ഫണ്ടുകളുണ്ട്, ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ, മിഡ് ക്യാപ്പ് ഫണ്ടുകൾ, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് ഫണ്ടുകൾ. പല കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകളിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിന് മാച്ച് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിന് മാച്ച് ചെയ്യുന്ന ഫണ്ടുകളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ ലോ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ലോ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകൾ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള വ്യക്തികളാണെങ്കിൽ മാത്രമാണ് ഇക്വിറ്റി ഫണ്ടുകളിൽ നിക്ഷേപം നടത്താവുള്ളൂ. ഇതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു ഫണ്ടിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് ആണ്. ഇവിടെ ഒരു ഫണ്ടിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് ഫ്യൂച്ചറിലേക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല, യാതൊരുവിധ ഗ്യാരണ്ടിയും അതിലില്ല. എങ്കിൽ തന്നെയും നമ്മൾ ഫണ്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും വെരിഫൈ ചെയ്യാറായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ 1 വർഷത്തെ, 3 വർഷത്തെ, 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെയൊക്കെ പെർഫോമൻസ് സാധാരണയായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യാറുണ്ട്. പെർഫോമൻസ് വെരിഫൈ ചെയ്യുമ്പോൾ മുഖ്യമായിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റോളിംഗ് റിട്ടേൺസ്. ഒരു ഫണ്ടിൻ്റെ കഴിഞ്ഞ കാലത്തെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിലുള്ള റോളിംഗ് റിട്ടേൺസ് എത്ര ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഗൂഗിളിലും മറ്റും നമുക്ക് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നത് പോയിന്റ് ടു പോയിന്റ് റിട്ടേൺസ് അല്ലെങ്കിൽ സിംഗിൾ പോയിന്റ് റിട്ടേൺസ് ആണ്. എന്നാൽ നമ്മളൊരു ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു ഫണ്ടിൻ്റെ റോളിംഗ് റിട്ടേൺസ് അതെങ്ങനെയാണ്, അത് എത്രയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണ്. ഒരു ഫണ്ടിൻ്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് കാണിക്കുന്നതിന് പല തരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഷാർപ്പ് റേഷ്യോ, ആൽഫ, ബേറ്റ, ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡാണ്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഫണ്ട് മാനേജർ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ആണോ അല്ലെ ഒരു ഫണ്ട് ഹൗസ് ആണോ, കഴിഞ്ഞകാല പെർഫോമൻസ് ഹിസ്റ്ററി എങ്ങനെയാണ്, ഈ ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്ന മറ്റ് ഫണ്ടുകളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ഇതിനുപരിയായിട്ട് ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ, അതേപോലെ തന്നെ എക്സിറ്റ് ലോഡ്, സെക്ടർ വൈസ് അലോക്കേഷൻ, ഇതേപോലെയുള്ള കാര്യങ്ങളും വെരിഫൈ ചെയ്യണം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് പെർഫോമൻസിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള റേഷ്യോകൾ, ഇതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ കുറിച്ച് ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. നമ്മളൊരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പെർഫോമൻസ് മെഷേഴ്സാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ റിസ്ക്, പെർഫോമൻസ്, കോസ്റ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ഒരു ഫണ്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്താൽ, ഇപ്പോൾ നിങ്ങളൊരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇന്ത്യയിൽ ഏകദേശം 40-ൽ കൂടുതൽ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഏത് ഫണ്ട് തിരഞ്ഞെടുക്കണമെന്ന് പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. ഇതിനെക്കുറിച്ച് അറിയാത്ത വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പരിചയമില്ലാത്ത വ്യക്തികൾക്ക് ഒരു ഫണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഈ എക്സാമ്പിളിൽ ഞാൻ എടുത്തിരിക്കുന്ന 3 ഫണ്ടുകളാണ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള 38 or 40 ഫണ്ടുകളിൽ നിന്ന് ഈ 3 ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് റിസർച്ചുകൾ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ 3 ഫണ്ടുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്, പരീക്ക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്, JM ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വെരിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പെർഫോമൻസ് ബേസിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന റോളിംഗ് റിട്ടേൺസ് ആണ്. സാധാരണ പോയിന്റ് ടു പോയിന്റ് റിട്ടേൺസിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കുകയില്ല. മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ ക്ലിയർ ആയിട്ട് അതിൽ സാധാരണ പോയിന്റ് ടു പോയിന്റ് റിട്ടേൺസ് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ പോയിന്റ് ടു പോയിന്റ് ബേസിസിൽ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന റിട്ടേൺസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. പോയിന്റ് ടു പോയിന്റ് റിട്ടേൺസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ ഇന്നാണ് ഒരു ഫണ്ടിൻ്റെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്കുള്ള റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ വർഷം ഈ ദിവസവും ഇന്നത്തെ ദിവസത്തെയും NAV എടുത്ത് അതിൽ നിന്ന് ഈസി ആയിട്ട് സിംഗിൾ പീരീഡ് റിട്ടേൺസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. എന്നാൽ റോളിംഗ്
റിട്ടേൺസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം 3 വർഷത്തിൽ കൂടുതലുള്ള ഡേറ്റ ആവശ്യമാണ്. ഇതിപ്പോൾ ഒരു ഫണ്ടിൻ്റെ റോളിംഗ് റിട്ടേൺസ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ എക്സലിൽ നിങ്ങൾ കാണുന്നത്. ഇത് വീക്കിലി ബേസിസിലുള്ള റിട്ടേണിൻ്റെ ബേസിസിലാണ് ഈ റോളിംഗ് റിട്ടേൺസ് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ ആഴ്ചയിൽ ഈ ഫണ്ടിൻ്റെ NAVയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസുമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുശേഷം ഇതിൻ്റെ ആവറേജ് റിട്ടേൺസ് നമ്മൾ എടുക്കണം. ഇതേപോലെ റോളിംഗ് റിട്ടേൺസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു വർഷത്തെ റിട്ടേൺസ് അല്ലെങ്കിൽ 3 വർഷത്തെ റിട്ടേൺസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഈ 3 വർഷത്തിൽ ഓരോ ദിവസവും ഈ മാർക്കറ്റിൽ ഒരുപാട് ചേഞ്ചസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ സിംഗിൾ പോയിന്റ് റിട്ടേൺസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളുടെ എഫക്റ്റ് ഒന്നും നമുക്കതിൽ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ റോളിംഗ് റിട്ടേൺസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഈ വന്നിരിക്കുന്ന മാർക്കറ്റിലെ അപ്പ് ആൻഡ് ഡൗൺസ് ഇത് 3 വർഷത്തെ ഡേറ്റയാണ്. ഈ ഗ്രാഫ് ഒന്ന് നോക്കുക. ഈ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ NAV എത്രയൊക്കെ വേരിയേഷൻസ് ആണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് ഇതിൻ്റെ ആവറേജ് റിട്ടേൺസ് ആണ് സാധാരണ റോളിംഗ് റിട്ടേൺസ് ആയിട്ട് എടുക്കുന്നത്. ഇതൊരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ മാനുവലായിട്ട് കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. 3 വർഷത്തെ ഈ ഫണ്ടിൻ്റെ റോളിംഗ് റിട്ടേൺസും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബെഞ്ച് മാർക്ക് റിട്ടേൺസും എടുത്തു, അത് കമ്പയർ ചെയ്തു. അവിടെ ഔട്ട് പെർഫോമൻസ് ഉണ്ടോ അല്ലെങ്കിൽ അണ്ടർ പെർഫോമൻസ് ഉണ്ടോ എന്ന് ഇവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടിൻ്റെ കാറ്റഗറി ആവറേജ് എത്രയാണെന്നാണ് ഇവിടെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അതും ഈ ഫണ്ടിൻ്റെ പെർഫോമൻസും അല്ലെങ്കിൽ റോളിംഗ് റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫണ്ട് ഔട്ട് പെർഫോം ചെയ്തോ അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്തോ എന്ന് നോക്കണം. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോസ് ആണ്, റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഷാർപ്പ് റേഷ്യോ ആണ്. ഈ ഫണ്ടിൻ്റെ 3 വർഷത്തെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഷാർപ്പ് റേഷ്യോ വർക്കൗട്ട് ചെയ്തു, അതിൻ്റെ കാറ്റഗറി ആവറേജ് വർക്കൗട്ട് ചെയ്തു. അവിടെയും ഇതിൽ അണ്ടർ പെർഫോമൻസ് ഉണ്ടോ അതെയോ ഔട്ട് പെർഫോമൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈവൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫണ്ട് വോളട്ടൈൽ ആണോ, ഒരുപാട് റിസ്ക് ഉള്ള ഫണ്ടാണോ എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണിക്കുന്നത്. പിന്നെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ബീറ്റയാണ്. ഈ ഫണ്ടിൻ്റെ ബീറ്റ, അതേപോലെ തന്നെ കാറ്റഗറി ബീറ്റ, അതിൻ്റെ ബേസിസിൽ ഈ ഫണ്ട് കൺസർവേറ്റീവ് ആണോ അഗ്രസീവായിട്ട് ഉള്ള റിസ്ക് ഉള്ള ഫണ്ടാണോ, ആ കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത് ക്യാപ്ചർ റേഷ്യോ ആണ്. അത് ഒരു ഫണ്ടിൻ്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ ഉണ്ട്, ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ ഉണ്ട്. പെർഫോമൻസിന് ബേസ് ചെയ്ത് മറ്റുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫണ്ടിൻ്റെ ആൽഫയാണ്. അതിൻ്റെ കാറ്റഗറി ആവറേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയൊക്കെ കണ്ട് ഈ ഫണ്ട് ഔട്ട് പെർഫോം ചെയ്തു അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഫണ്ടിൻ്റെ കോസ്റ്റ് ആണ്, എക്സ്പെൻസസ് റേഷ്യോ, അതേപോലെ തന്നെ എക്സിറ്റ് ലോഡ്. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫണ്ടിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണ്, AUM ആണ്. എത്ര AUM ആണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഏകദേശം 70,000 കോടിയോളം ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പരാഗ് പരീക്ക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് 93,000 കോടി കൂടുതലുള്ള അസറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. JM ഫ്ലെക്സി ക്യാപ് ഫണ്ട് 5,263 കോടിയാണ് അസറ്റ് മാനേജ് ചെയ്യുന്നത്. നമ്മളൊരു ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഫണ്ട് എത്ര അസറ്റ് മാനേജ് ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ രണ്ട് ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. എന്നാൽ JM ഫ്ലെക്സി ക്യാപ് ഫണ്ട് മാനേജ് ചെയ്യുന്ന അസറ്റ് റിലേറ്റീവ്ലി കുറവാണ്. റിലേറ്റീവ്ലി കുറവെന്ന് പറഞ്ഞാലും ഈ 5,000 കോടി എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഒരു ഫണ്ട് 25 കോടി 50 കോടിയൊക്കെയാണ് അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് എങ്കിൽ തീർച്ചയായിട്ടും അതേപോലെയുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്താതിരിക്കുകയാണ് നല്ലത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഫണ്ടിൻ്റെ അസറ്റ് അലോക്കേഷനാണ്. എത്ര ശതമാനം ലാർജ് ക്യാപ്പിൽ, മിഡ് ക്യാപ്പിൽ, സ്മോൾ ക്യാപ്പിൽ, മൈക്രോ ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ പെർസെൻറ്റേജ് സ്മോൾ ക്യാപ്പിലും അതേപോലെ തന്നെ മിഡ് ക്യാപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഫണ്ട് റിലേറ്റീവ്ലി റിസ്ക്കി ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് പലപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ ആ ഫണ്ടിൽ നിക്ഷേപം നടത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്
ഞാനിതിവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനുപരിയായിട്ട് ഈ പറയുന്ന ഫിഗേഴ്സൊക്കെ കമ്പയർ ചെയ്യുന്നതിൻ്റെ പുറകിലുമൊക്കെ കുറേ എഫേർട്ടുകളുണ്ട്. ഇത് മാനുവലായിട്ട് പല ഫിഗേഴ്സും നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതിന് റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്ന പല സ്ഥാപനങ്ങളുമുണ്ട്. പല റിലയബിൾ സോഴ്സിൽ നിന്നും ഈ ഡേറ്റ കമ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫൈനലായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഈ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ, അല്ലെങ്കിൽ ടോട്ടലായിട്ട് ഈ കാറ്റഗറിയിൽ പെടുന്ന ഫണ്ടുകളിൽ നിക്ഷേപം നടത്താതിരിക്കണമോ. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള പല അനാലിസിസിൻ്റെ ബേസിസിൽ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം, ഒരു ഫണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫണ്ടിൻ്റെ കഴിഞ്ഞ കാലത്ത് 1 വർഷത്തെയോ അല്ലെങ്കിൽ 2 വർഷത്തെയോ അല്ലെങ്കിൽ 3 വർഷത്തെയോ ആ ഫണ്ട് ജനറേറ്റ് ചെയ്ത റിട്ടേൺസ് മാത്രമല്ല നമ്മളൊരു ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം. നിങ്ങൾ സ്വന്തമായിട്ട് നിക്ഷേപം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കമ്പ്യൂട്ടേഷൻസും കാൽക്കുലേഷൻസും വെരിഫിക്കേഷനും ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അഥവാ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ടുള്ള സമയമില്ലെങ്കിൽ ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.